പോയിന്റിലേക്ക് വേണം. പക്ഷേ PR ശിവശങ്കർ, ഈ യൂണിഫോംഡ് ഫോഴ്സസിന് അധികാരം ലഭിക്കുമ്പോൾ പലപ്പോഴും ആ അധികാരം അതിരുകടന്ന് പ്രയോഗിക്കാറുണ്ട്. അത് പലയിടങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇക്കാര്യത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ആധുനികമായ ലോകക്രമത്തിലേക്ക് അല്ലെങ്കിൽ കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സംസ്കാരം ഉണ്ടാവേണ്ടവരാണ് യൂണിഫോംഡ് ഫോഴ്സിലുള്ളവരും അല്ലാത്ത ഉദ്യോഗസ്ഥരും ഒക്കെ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 17 കസ്റ്റഡി മരണങ്ങളുടെ കാര്യം പറഞ്ഞു. മറ്റ് പോലീസ് അട്രോസിറ്റീസിന്റെ വിവരങ്ങൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പേരൂർ കടയിലെ വിഷയം, അത് ഭീകരമായ ഒരു കുറ്റകൃത്യം കൂടിയായിരുന്നു. ആ സ്ത്രീ അവർ നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ട ശേഷം അവർക്കെതിരെ വേറെ കേസ് ചുമത്തി അവരെ ഭീഷണിപ്പെടുത്താനും അവരെ ഓടിക്കാനും ഒക്കെ ശ്രമിച്ചു. അറിയാം നമുക്ക് അതിന്റെ ഭീകരമായ കാര്യങ്ങൾ. പിറ്റേന്ന് മാല കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷം അവരോട് ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാതെ വേഗം പോക്കോ, ഇനി കണ്ടാൽ ഇവിടെ കണ്ടുപോയാൽ വീണ്ടും ഞാൻ പിടിച്ചകത്തിടുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു വിട്ടതൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ പോലീസ് സേന അതിലെ ഒരു വിഭാഗമെങ്കിലും ഇത്തരത്തിൽ ഈ അമിതാധികാര പ്രവണതകളിലേക്ക് പോകുന്നത് എന്നുള്ളതിന് നമ്മൾ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉത്തരം തേടണമല്ലോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയാൽ ഇതിനൊരു പരിഹാരമാവില്ല. ഇപ്പൊ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ, നമ്മൾ ആ അമ്മയെ ഇപ്പോഴും മറന്നിട്ടില്ല. ഇപ്പോഴും അവർ കണ്ണീരിലാണ്. എത്ര കാലമായി അവർ കരയുകയാണെന്ന് ഓർക്കണം. 2006 മുതൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കരയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ആ പ്രതികളെ വെറുതെ വിട്ടു എന്ന ഹൃദയാഘാതമാണ് നേരിട്ടതെന്നുള്ളത് നമുക്കറിയാം. ഇതിൽ ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അതിനാരാണ് ഉത്തരവാദികൾ? അഭിലാഷ്, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, ദീർഘമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ദീർഘമായ ഉത്തരം പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഈ കാലയളവിൽ കുറച്ച് കഴിഞ്ഞൊരു 10-15 വർഷമായി നമുക്കറിയാം കേരളത്തിലെ ഉദ്യോഗസ്ഥർ, അതായത് പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥരായാലും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ചെറുപ്പക്കാരാണ് ഇന്ന് പോലീസിലേക്ക് വരുന്നത്. പണ്ടത്തെ പോലെ വെറും ഒരു സാധാരണ 10ാം ക്ലാസ്സോ മെട്രിക്കുലേഷനോ ഒന്നും പാസ്സായ ആളുകളല്ല. ഹൈലി ക്വാളിഫൈഡ് MAയും MSc ഒക്കെ കഴിഞ്ഞ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരാണ്. അവർക്ക് അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ഉയർന്ന ചിന്താഗതിയും എല്ലാം ഉണ്ട്. പക്ഷേ ഇത്തരം ആളുകളുടെ ഇടയിൽ പോലും പുഴുക്കുത്തുകളും പല രീതിയിൽ അക്രമവാസനയുള്ളവരും ഡ്രഗ് യൂസ് ചെയ്യുന്നവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമുണ്ട്. അവരെയൊക്കെ ഇവിടുത്തെ പല പോലീസ് സീനിയർ ഓഫീസേഴ്സ് പറയുന്നത് ഒരു 80-60% പോലീസ് ഉദ്യോഗസ്ഥർക്ക്, IPS ഉദ്യോഗസ്ഥർക്കടക്കം ഇത്തരം ക്രിമിനൽ വാസനയോ ക്രിമിനൽ ബന്ധമോ ഉണ്ട് എന്നുള്ള പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അഭിലാഷിന് ഓർമ്മയുണ്ടാവും. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടുത്തെ തീവ്രവാദികളായ ആളുകളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം മെയിൽ, ആ മെയിൽ ക്രൈംബ്രാഞ്ചിൽ നിന്നോ IB നിന്നോ വന്ന മെയിൽ ചോർന്നു പോയതായിട്ടൊരു വാർത്ത വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു SIയെ സസ്പെൻഡ് ചെയ്തു. ആരാണ് SIയെ സസ്പെൻഡ് ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത് 2015 ജാനുവരി 7-ാം തീയതി സസ്പെൻഡ് ചെയ്തു. ആ കേസ് പിൻവലിച്ചു ഈ സർക്കാർ ആ കേസ് പിൻവലിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ക്രിമിനൽ വൽക്കരണത്തിനും അതുപോലെ തന്നെ പോലീസ് സേനയ്ക്കുള്ളിലെ തീവ്രവാദ ബന്ധത്തിനും താന്നു കിടക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നു എന്ന് തന്നെയല്ലേ? ഈ സംസ്ഥാനത്തെ ഭരണകൂടം ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കുവാൻ, തീവ്രവാദ ബന്ധമുള്ളവർക്ക് ആ ന്യൂസ്, ആ ഇമെയിൽ ചോർത്തി കൊടുത്തുകൊണ്ട് അതിനുള്ള കുറ്റവാളിയെ പോലും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെടുത്തു എന്ന് സൂചിപ്പിക്കുന്നത് ഭരണകൂടം പൂർണ്ണമായും ഇവിടുത്തെ തീവ്രവാദ ബന്ധത്തിനും ക്രിമിനലൈസേഷനും കീഴടങ്ങിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംസ്ഥാനത്തെ പോലീസുകാർ ശക്തമായി പ്രവർത്തിച്ചാൽ ഈ കേരളത്തിൽ ഇത്രയേറെ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടാവുമോ? മയക്കുമരുന്ന് കേസ് കസ്റ്റംസും ഇവിടുത്തെ എക്സൈസും പോലീസും നടപടിയെടുത്താൽ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ 65% സ്കൂളുകളും ഇവിടുത്തെ മാഫിയയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടാ, ഇവിടുത്തെ എക്സൈസുകാർക്ക് അറിയാഞ്ഞിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും പോലീസുകാരും മാത്രം നിയന്ത്രിക്കുന്നതല്ല, ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത് ആ ഭാഗത്തെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സെൽ ഭരണം. അത് എല്ലാവർക്കുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പലർക്കും ആ സൗഭാഗ്യമില്ല. അത് ചില ആളുകൾക്ക് മാത്രം സൗഭാഗ്യമുള്ള സെൽഭരണത്തിൻ്റെ ഭാഗമായി അവർ പോലീസിനെ നിയന്ത്രിക്കുന്നു, അവർ എക്സൈസിനെ നിയന്ത്രിക്കുന്നു, അവർ വലിയ രീതിയിലുള്ള ഭരണകൂടത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പണക്കാരാകുന്നു. നമുക്കറിയാം ഈ ഇടയ്ക്ക് ആലപ്പുഴയിലെ പോലീസുകാരെയും അതുപോലെ തന്നെ ഈ മാഫിയകൾക്ക് സഹായിക്കാനായി സ്വന്തം വണ്ടി വിട്ടുകൊടുത്തിട്ട് അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസറെ കമ്മ്യൂണിസ്റ്റുകാരനെ ചിത്തരഞ്ജൻ അറിയില്ലേ?
അപ്പോൾ ഇത്തരം വലിയ ക്രിമിനൽ ആക്ടിവിറ്റികളൊക്കെയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടി ആണ് എന്ന് ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2-3 തെളിവുകൾ മാത്രം പറഞ്ഞത്. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഇത്തരം വെറും ന്യൂനപക്ഷമായ പോലീസ് അധികാരികൾ, അക്രമകാരികളായ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് അധികാരികൾ ഇത്തരം ക്രൂരത കാണിക്കുന്നത്. അത് ഞാൻ നേരത്തെ അബിൻ വർക്കി ഒറ്റ കാര്യം പറയട്ടെ, അബിൻ വർക്കിയും അതുപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ അവരെ മാത്രമല്ല, തൃശ്ശൂരെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിനെ പുറകിൽ നിന്ന് ലാത്തി അടിച്ചിട്ട് ആ ലാത്തി ഒടിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു ജനാധിപത്യ സമരം ചെയ്തപ്പോഴാണ് പുറകിൽ നിന്ന് അടിച്ചിട്ട് ലാത്തി ഒടിഞ്ഞു പോയത്. നിങ്ങൾ കണ്ടതല്ലേ? ആ പോലീസുകാർക്ക് എന്ത് നടപടിയെടുത്തു? ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടല്ലോ, ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുറകിൽ നിന്ന് ആ മനുഷ്യൻ്റെ തലക്കടിച്ചുകൊണ്ട് ലാത്തി വരെ ഒടിയുന്ന രീതിയിലുള്ള മർദ്ദനമാണ് ഈ പോലീസുകാർ ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഒരു ജില്ലാ അധ്യക്ഷനെ അവിടെ MP അടക്കമുള്ള ആളുകൾ ഉണ്ടായപ്പോൾ പോലും ഞങ്ങൾ അടിച്ച് തലയിൽ ലാത്തി അടിച്ച് ഒടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പോലീസ് അധികാരികൾക്ക് പിന്തുണ ഇവിടുത്തെ ഭരണാധികാരികളാണ്. ഈ പോലീസ് സേനയിലെ ഭരിക്കുന്ന നേതൃത്വമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് കൈ കഴിഞ്ഞ് ഇത് കുറച്ച് ഒറ്റപ്പെട്ട ആരോപണമാണ്, ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്തരം നിരവധി അനുഭവങ്ങൾ പ്രതിപക്ഷത്ത് ഉണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് കേൾക്കാൻ ഇവിടെ ഭരണകൂടം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ സമരമുഖത്തേക്ക് ഇറക്കുന്നത്. ഒരു സംശയവുമില്ല, കേരളത്തെ ജനതയ്ക്ക് ഇത്തരം ചർച്ചയ്ക്ക് ചെയ്യാതെ തന്നെ ഈ ഭരണകൂടം എന്തുകൊണ്ടാണ് ഈ പുഴുക്കുത്തുകളെ പിന്തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം അത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.